ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ സംസ്ഥാന സർക്കാരിനും കോൺഗ്രസിനും നാളെ നിർണായകമാണ്. സ്വർണ്ണക്കടത്ത് കേസ് കോടതി നാളെ പരിഗണിക്കാനിരിക്കെ അന്വേഷണം CBIക്ക് വിടുമോ എന്നതിലും സർക്കാരിനും കോൺഗ്രസിനും വലിയ ആശങ്കയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എത്തിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് പ്രതിഫലിക്കുമെന്ന ആശങ്കയാണ് CPM കേന്ദ്രങ്ങൾക്കുള്ളത്. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ്. ശാലിനി, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഒന്ന്, അന്വേഷണം 3 മാസമാകുമ്പോഴും സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചു, എത്രത്തോളം സ്വർണം കവർന്നു, ഇതിനൊന്നും വ്യക്തമായൊരു ഉത്തരം നൽകാൻ ഇതുവരെയും പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല. ഇപ്പോൾ നോക്കൂ, ഇതിലെ പ്രധാനപ്പെട്ട കള്ളൻ പോറ്റി ഇപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്? കോൺഗ്രസിനെ ഒരു 10 വർഷക്കാലം കോൺഗ്രസിനെയും രാജ്യത്തെയൊക്കെ ഭരിച്ചിരുന്ന ഒരു സ്വീഡോ പ്രൈം മിനിസ്റ്റർ, അങ്ങനെ തന്നെ വേണം വിശേഷിപ്പിക്കാൻ, സോണിയയുടെ അടുത്ത് വരെ എത്തി നിൽക്കുകയാണ് ഈ കാട്ടുകള്ളം പോറ്റി. അപ്പോൾ ഇത്തരത്തിലൊരു ബന്ധമുള്ള ഇയാളെ കൊടുക്കാൻ SITക്ക് മുട്ടിടിക്കുന്നുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അന്വേഷണത്തിൽ അപ്പാടെ ഇഴച്ചിലാണ് ശാലിനി. ശ്യാമ, തീർച്ചയായും അത് തന്നെയാണ്. ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ണികൃഷ്ണൻ പോറ്റി അവരുടെയൊക്കെ ഒരു വലം കൈയായിരുന്നു എന്നുള്ളത് തെളിയിക്കുന്ന ചിത്രങ്ങൾ, രേഖകൾ, വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു ഭാഗത്ത് പോറ്റിയെ കേറ്റി എന്ന പാട്ടൊക്കെ ഇറക്കി എന്ന് പറഞ്ഞ് പാരഡി സൃഷ്ടിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിനും തിരിച്ചടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ചില ചിത്രങ്ങൾ. അത് ശ്യാമ സൂചിപ്പിച്ചതുപോലെ തന്നെ സോണിയയുടെ അടുത്ത് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിരുന്നു, അവിടെയുമുണ്ട് ബന്ധങ്ങൾ എന്നുള്ളത് തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടി കോൺഗ്രസും പ്രതിരോധത്തിലായിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ. ഈ സമയത്താണ് നാളെ ഈ കേസ് നിർണായകമായ കോടതി പരിഗണിക്കാൻ പോകുന്നത്. SITയുടെ അന്വേഷണം പല ഘട്ടങ്ങളിലും തൃപ്തികരമല്ല എന്ന് കോടതി പല രീതിയിൽ വിമർശനമായി ഉന്നയിച്ചൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര ഇന്റലിജൻസ് അടക്കം സംസ്ഥാനത്ത് ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ, രാജ്യാന്തര ബന്ധങ്ങൾ അടക്കം പുറത്തു കൊണ്ടുവരണമെങ്കിൽ കേന്ദ്ര ഏജൻസി തന്നെ എത്തണമെന്നുള്ളൊരു ശുപാർശ സംസ്ഥാന പോലീസ് മേധാവിക്ക് അടക്കം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരൻ നൽകിയിട്ടുള്ള ഈ ശുപാർശ നാളെ കോടതിയിൽ എത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ CBI അന്വേഷണം ഏത് ഘട്ടത്തിൽ എങ്ങനെ വരും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. പ്രത്യേകിച്ച് ഈ അന്വേഷണത്തിൽ SIT നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ല എന്ന് തുടക്കം മുതൽ തന്നെ BJP ആരോപിക്കുന്നുണ്ട്. അതിൽ പല കാര്യങ്ങളും ഇഴഞ്ഞു നീങ്ങുന്നത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള സംശയങ്ങൾ BJP ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു, തൊട്ടു പിന്നാലെ തന്നെ മറ്റ് പ്രതികളെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഈ കേസിന്റെ ആഴം അല്ലെങ്കിൽ കേസിന്റെ വ്യാപ്തി അത് കൃത്യമായി കണ്ടെത്താൻ ഈ 3 മാസങ്ങൾ പിന്നിടുമ്പോഴും SIT സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇന്റലിജൻസ് ബ്യൂറോ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസി തന്നെ വരണം, അല്ലാതെ ഇതിന്റെ സത്യം തെളിയില്ല എന്ന്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം രഹസ്യാന്വേഷണ ഏജൻസികൾ വരെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇത് ചെറിയ കളിയല്ല. അത്രയും വലിയ സംഘടിതമായ കുറ്റകൃത്യത്തിന് പിന്നിൽ വൻ തോക്കുകൾ, കൃത്യമായി പറഞ്ഞാൽ ഇന്റർനാഷണൽ ബന്ധം വരെ ഇതിന് പിന്നിൽ സംശയിക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോഴും കോൺഗ്രസിന്റെ നിലപാടാണ് പോറ്റിയെ കയറ്റിയെ പാട്ടുപാടി നടന്നിട്ട് കാര്യമില്ലല്ലോ, ഇതിൽ CBI വരട്ടെ, ഇതിൽ സത്യം തെളിയണമെന്നൊരു ആത്മാർത്ഥത അവർ കാണിക്കണ്ടേ? തീർച്ചയായും ശ്യാമ, അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഇതിൽ ഉടക്കിയതൊന്നും ചെറിയ മീനുകളല്ല എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുത പുറത്തു വരണമെങ്കിൽ, അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരണമെങ്കിൽ കൃത്യമായ ഒരു കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷണം ഏറ്റെടുക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയാണ്. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന് ഇത് സംബന്ധിച്ച ശുപാർശ നൽകിയിട്ടുണ്ട്. ആ ശുപാർശ നാളെ കോടതിക്ക് മുൻപാകെ എത്തുകയാണ്. ഈ ശുപാർശ കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു കേന്ദ്ര ഏജൻസി, അത് പ്രധാനമായും ഇപ്പോൾ 2 കേന്ദ്ര ഏജൻസികളെയാണ് ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് പരിഗണിക്കുന്നത്. ഒന്ന്, ഇതിലെ രാജ്യാന്തര ബന്ധങ്ങൾ, അന്തർ സംസ്ഥാന ബന്ധങ്ങൾ, ഒപ്പം തന്നെ രാജ്യാന്തര ലോബികൾ അടക്കം ഈ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നത് കണ്ടെത്താനായി CBI അന്വേഷണം തന്നെ വേണമെന്നുള്ളതാണ് ഒരു ഭാഗത്ത് ആവശ്യമായി ഉയരുന്നത്. BJP സംസ്ഥാന നേതൃത്വം അടക്കമുള്ളവർ, സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ നിരന്തരം ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, ഇതിലെ സാമ്പത്തിക ക്രമക്കേടുകളാണ്. വെറും ഒരു ശബരിമലയിലെ സ്വർണം കവർന്നതിന് അപ്പുറം കോടികളുടെ പണമിടപാടുകളാണ് ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളത്. അത് ശബരിമലയിലെ സ്വർണം, കട്ടടപ്പാളിയിലെ സ്വർണവും ദ്വാരപാലക ശില്പത്തിലെ സ്വർണവും മാത്രമല്ല, അവിടെ അടിമുടി ഉണ്ടായിരുന്ന സ്വർണവും പണവും എല്ലാം ഇത്തരത്തിൽ അപഹരിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വാർത്തകളാണ്. കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരും ഹൈന്ദവ സംഘടനകളും നമ്മളും ടീം ജനവും പ്രതീക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നാളെ ഉചിതമായൊരു ഉത്തരവ്, പ്രത്യേകിച്ച് ഇന്റലിജൻസ് ബ്യൂറോയുടെയൊക്കെ നിരീക്ഷണം മുന്നിലുള്ള സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്ന വളരെ പ്രധാനപ്പെട്ട ഉത്തരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ ശ്രീ RV ബാബു ഒക്കെ പറഞ്ഞതുപോലെ ശാലിനി. പക്ഷേ അവിടെയും
രാഷ്ട്രീയപരമായിട്ട് ഈ രണ്ട് പാർട്ടികൾ ഇപ്പോൾ ഫലത്തിൽ രണ്ടുപേര് ഏതാണ്ട് ഒന്നായിരിക്കുകയാണ്. കാരണം കാട്ടുകൊള്ളയിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. തീർച്ചയായും ശ്യാമ അത് തന്നെയാണ്. കാരണം ഇന്ത്യ സഖ്യമായിരുന്നു ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ. മുമ്പ് ചില പാരഡിയായിട്ടൊക്കെ പുറത്തു വന്നതുപോലെ ഒരാൾ പോറ്റിയെ കയറ്റിയെങ്കിൽ ആ കയറ്റിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴുള്ള സ്വർണം കട്ടത് അത് കൊണ്ടുപോയത് കോൺഗ്രസ് ക്യാമ്പിലേക്കാണ് എന്ന് ചില കാര്യങ്ങളായി തെളിവടക്കം പുറത്തേക്ക് വരികയാണ്. അപ്പോൾ എന്തായാലും ഇടത് വലത് മുന്നണികൾ പ്രതിരോധത്തിലാണ്. പ്രത്യേകിച്ച് തലസ്ഥാനത്തും സംസ്ഥാന വ്യാപകമായിട്ടൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ നടക്കാൻ പോകുന്നു. ഇനിയിപ്പോൾ നിയമസഭാ സമ്മേളനം ഈ മാസം 20-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. അതിനിടയിലാണ് ഇന്ത്യ സഖ്യത്തിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് സ്വർണ്ണ കവർച്ച കേസിലെ ഇടപെടലുകൾ വരുന്നത്. എന്തായാലും ഒരു മണ്ഡല മകരവിളക്ക് സീസണാണ്. ശബരിമലയിലെ ഒരുപാട് കോടികൾ വരുന്ന അയ്യപ്പ ഭക്തന്മാർ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലുള്ളൊരു വിധി നാളെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ SIT അന്വേഷണത്തിൽ കോടതി തന്നെ നിർദ്ദേശിച്ച സംഘമാണ് എങ്കിൽ പോലും ആ ഒരു അന്വേഷണത്തിൽ പോലും കോടതിക്ക് പല ഘട്ടങ്ങളിലും തൃപ്തിയില്ല. ഒപ്പം തന്നെ SIT പല തവണയായി വിമർശിക്കുന്ന സാഹചര്യം. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല, അറസ്റ്റ് ചെയ്തില്ല എന്നൊക്കെ വിരട്ടിയ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് നാളെ ഒരു സുപ്രധാന തീരുമാനം വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് CBI അന്വേഷണം ആവശ്യപ്പെടും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തത്. SIT ഇപ്പോൾ എവിടെയാണ് SITക്ക് ഫുൾ സ്റ്റോപ്പ് വന്നിരിക്കുന്നത്? തീർച്ചയായും ശ്യാമ, SITയുടെ അന്വേഷണം പാതി വഴിയിൽ വഴിമുട്ടി നിൽക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ ദേവസ്വം മന്ത്രി അടക്കമുള്ളവരെ ചോദ്യം ചെയ്തതിന് ശേഷം, മൊഴിയെടുത്തതിന് ശേഷം SIT എന്നൊരു സംഘമുണ്ടോ എന്ന് തന്നെ ഒരു ചോദ്യം ഉയരുകയാണ്. എന്തായാലും ആശങ്കകൾ ഒരു ഭാഗത്ത് നിലനിൽക്കുകയാണ്. ഇങ്ങനെ SIT മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ അന്വേഷണം എങ്ങും എത്തില്ല എന്നുള്ളതാണ് 100 കോടിയിലധികം വരുന്ന അല്ലെങ്കിൽ അത്രയധികം വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തവരൊക്കെ പറഞ്ഞതുപോലെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി തന്നെ വരണം. ഒരു സ്വാധീനമില്ലാതെ കൃത്യമായ അന്വേഷണം നടക്കണം. കൃത്യമായ കുറ്റക്കാരിലേക്ക് എത്തണം. ഈ കേസുമായി ബന്ധപ്പെട്ട രാജ്യാന്തര ബന്ധങ്ങൾ, രാജ്യാന്തര ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരണം എന്നുള്ളതാണ്. എന്തായാലും SIT അന്വേഷിക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ SITക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം എല്ലാ ദിവസവും ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ശകാരം ഉണ്ടാകാറുണ്ട്, വടിയെടുക്കാറുണ്ട്. SITക്കെതിരെ സമാനമായ നടപടികൾ നാളെ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും കാത്തിരിക്കാം. നാളത്തെ പകലിനായി ഒരു ശുഭവാർത്ത ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുമെന്നുള്ളതിൽ എന്തായാലും CBI മാത്രമാണോ അതോ ED കൂടി കേരളത്തിലേക്ക് ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസ് അന്വേഷിക്കാൻ എത്തുമോ എന്നുള്ളതാണ് സസ്പെൻസായി നിലനിൽക്കുന്നത്. എന്തായാലും CBI എത്തുകയാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കറുത്ത കരങ്ങളും പുറത്തേക്ക് വരുമെന്നുള്ളതിൽ സംശയമില്ല. ഗോവർദ്ധന് അപ്പുറത്തുള്ള ചില ബന്ധങ്ങൾ, ഒപ്പം തന്നെ D മണി എന്ന് അറിയപ്പെടുന്ന മണിയുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, അതോ മണിയൊക്കെ ഇതിലൊരു ചെറിയ മുത്തുകൾ മാത്രമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ CBI അന്വേഷണത്തോടു കൂടി മാത്രമേ പുറത്തു വരികയുള്ളൂ. അതിന് ഔദ്യോഗികമായിട്ടൊരു തീരുമാനം നാളെ കോടതിയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുകയാണ് ടീം ജനവും ഒപ്പം ഈ വിശ്വാസികൾ ഓരോരുത്തരും. ശാലിനി പറഞ്ഞതുപോലെ നമുക്ക് കാത്തിരിക്കാം. വളരെ പ്രധാനപ്പെട്ട കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പ്രതീക്ഷ നൽകുന്ന നിർണായക തീരുമാനത്തിനായി നമുക്ക് കാത്തിരിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പെട്ടെന്ന് തന്നെ ശബരിമല സംഘടിത സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും വളരെ വേഗത്തിൽ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്.